ഫ്രണ്ട്സ്, നമ്മൾ ചെറുപയർ പരിപ്പ് കൊണ്ട് നമ്മൾ അട ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ ചെറുപയർ പരിപ്പ് കുറച്ചെടുത്ത് നന്നായിട്ട് ഞാൻ സോക്ക് ചെയ്ത് 2-3 മണിക്കൂർ, അതിന് ശേഷം അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് സവോള ഇടണം. അതിന് മുമ്പ് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് പറയുന്ന രീതിയിൽ അടിച്ചെടുക്കണം. എന്നാലും ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരുള്ളൂ. അപ്പോൾ അടിച്ചെടുത്ത് നമുക്കെടുക്കാം. അപ്പോൾ നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഉണ്ടോ? പിന്നെ അതിന് സോഡാപ്പൊടി മറ്റു കാര്യങ്ങളൊന്നും ചേർക്കണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് സവോള, ഇഞ്ചി, അതുപോലെ തന്നെ കറി ലീവ്സ് വേണം അരിഞ്ഞ് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് മല്ലിയില അരിഞ്ഞ് ചേർക്കാം. അതിന് ശേഷം പച്ചമുളക് വേണം ചേർക്കാം. എന്നിട്ടിത് നമ്മൾ ചെറുതായിട്ട് എണ്ണയിൽ വറുത്തെടുക്കാം. നമ്മളിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, സവോള, അതുപോലെ തന്നെ മല്ലിയില ഇതെല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഉപ്പ്, കുരുമുളക് ഇട്ടിരുന്നു. ഇനി ഇതെല്ലാം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്നത്. ഇതൊന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് വടയ്ക്കുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കറക്റ്റ് ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ടാണ്. ഇനി ഇത് ചെറിയതായിട്ട് നമുക്ക് എണ്ണയിൽ വറുത്ത് കോരി എടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള വട കിട്ടും. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് ചട്നി കൂട്ടി ഒക്കെ കഴിക്കാം. ഗ്രീൻ ചട്നിയോ അല്ലെങ്കിൽ റെഡ് ചട്നിയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. നമുക്കിനി ഇത് ചെറുപയർ വട ഉണ്ടാക്കാം. ഇവിടെ പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കുറേശ്ശെ ഓരോ സ്പൂണിൽ കോരി ഒഴിച്ച് നമുക്കത് വറുത്തെടുക്കാം. നമ്മുടെ വടയെല്ലാം ഞാൻ സ്പൂണിൽ കോരി ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു സൈഡ് മുക്കുമ്പോൾ ഇനി തിരിച്ചിട്ട് നമുക്ക് വറുത്ത് മാറ്റാം. നമ്മൾ ഒരു സെറ്റ് വട വറുത്ത് കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റ് നമ്മൾ ഇവിടെ വറുത്ത് ഇതിലൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സർവിങ് ഡിഷിലാക്കിയിട്ട് കാണിക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വടയാണ്. നമുക്ക് നല്ല മഴയത്ത് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനാണ്. ഏകദേശം ഉഴുന്നോട വരെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചൂട് കട്ടൻ ചായക്ക് കിടുക്കൻ വട നല്ല മഴക്കാലത്ത് അതാണ് ഇന്ന് നമ്മൾ കാണിച്ചേക്കുന്നത്. എല്ലാവരും തയ്യാറാക്കി വെക്കണം. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇത് ഹെൽത്തിയാണ്. ഒരുപാട് പ്രോട്ടീൻ കണ്ടൻറ്റൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മാറ്റം നല്ല ഒരുപാടാണ്. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെറുപയർ പരിപ്പ് കൊണ്ട് ആണ് നമ്മൾ വട ഉണ്ടാക്കുന്നത്. അതായത് പായസം ഉണ്ടാക്കുന്ന ചെറുപയറിൻ്റെ പരിപ്പ് കൊണ്ടാണ് വട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ഉഴുന്നോടേക്കാളും. പക്ഷേ വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം.